വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുശി. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 19-ാം തീയതി ജൂൺ മാസം 2026 രാവിലെ 7:25 ആയിട്ടുണ്ട്. ഈ ടെലഗ്രാം ചാനൽ ബാനില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിനെ പാരലായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഓൾറെഡി ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫോർ ദ ടൈം ബീയിങ് ഒരു ടെമ്പററി സെറ്റപ്പിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ഇതിനകത്ത് എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക, ലിങ്ക് യൂസ് ചെയ്ത്. കാര്യത്തിൽ അതിനകത്താണ് ചാർട്ടൊക്കെ ഇട്ടത്. ഇന്നലത്തെ ലെവലും കാര്യങ്ങളൊക്കെ അതിനകത്താണ് ചാർട്ട് ഇട്ടത്. രണ്ട് കാര്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. പിന്നെ ആസ് യൂഷ്വൽ പോയിന്റ് ഓഫ് കൺട്രോളിൻ്റെ ലെവലും. ഇതിനെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ മൾട്ടി ഡേ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ എന്നാണ് പറയുന്നത്. മൾട്ടി ഡേ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഈ ലെവലുണ്ടല്ലോ, അതായത് ഈ രാവിലെ നമ്മുടെ ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. 9:45 ആയപ്പോഴത്തേക്കും ഇത് മൾട്ടി ഡേ അതായത് മൾട്ടി ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ. കാര്യത്തിൽ നോർമലായിട്ടും എല്ലാ ആൾക്കാരും പഠിച്ചു വരുന്നത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏത് സ്റ്റോക്ക് എന്താണെങ്കിലും മുകളിലോട്ട് പോയാൽ അവിടെ നമുക്കൊരു ബൈയിങ് പ്രഷർ വരും, നിറച്ച ആൾക്കാർ ബൈ ചെയ്യും. അതേപോലെ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരും. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. കുറച്ച് പഴയാണ്. പക്ഷെ ഇതിന് ഇപ്പോഴും നിറച്ച ആൾക്കാർ വിശ്വസിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. അത് നമുക്ക് ഇന്നലെ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്ത് തന്നെ, വെറും പോയിന്റ് ഓഫ് കൺട്രോളും പിന്നെ വേറെ ഒരു ചില പാരാമീറ്ററും ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു ഗ്രൂപ്പിൽ. പക്ഷെ ഇത് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആണെന്ന് ഗ്രൂപ്പിൽ ഇട്ടില്ല. ഇത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാച്ച് ചെയ്യൂ എന്ന് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടിരുന്നു. അത് പിയിൽ കയറിയ ആൾക്കാർക്ക്, കാരണം ഇവിടെ 9:45 ഞാനും പിയിൽ കയറി. 9:45 മുന്നേ പി കയറി. ആ പി ഓൾമോസ്റ്റ് ഒരു 40-50 പോയിന്റിന്റെ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുകയും ചെയ്തു. ഈ ഫാള് നമ്മൾ റൈഡ് ചെയ്തു. മുകളിൽ നിന്നുള്ള താഴോട്ടുള്ള ആദ്യത്തെ ഈ ഫാൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ റൈഡ് ചെയ്തു. 11 മണിയുള്ള വരെയുള്ള ആ ഫാള് നമ്മൾ അത് റൈഡ് ചെയ്തു. സോ ഇത് നമ്മൾ എപ്പോഴും നോക്കി കാണേണ്ട കാര്യമാണ്. അതേപോലെ നമ്മൾ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരെങ്കിലും പ്രഡിക്ഷൻ ആയിട്ട് ഇരിപ്പുണ്ടോ? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ടോ? ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവും, ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് തന്നെ പോവും, അല്ലെങ്കിൽ ഇന്ന് താഴോട്ട് തന്നെ വരും, അല്ലെങ്കിൽ ബാലൻസ് മോഡായിരിക്കും. ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഞാൻ നോക്കി തുടങ്ങിയിരുന്നു. കുറേ വർഷം ഞാൻ ICICI Prudential-ലായിരുന്നു ഒരു 10 വർഷം മുന്നേ. അപ്പോഴൊക്കെ ഇതേപോലത്തെ ഒക്കെ ഈ പ്രൊഡിക്ഷനൊക്കെ നോക്കി വായിച്ച്, ന്യൂസൊക്കെ വായിച്ച് അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി അതിന് കുറേ സമയങ്ങൾ കൊടുത്ത്, അത് ആവശ്യമുണ്ടോയെന്ന് ഒരു പരിധിക്ക് ശേഷം ഇങ്ങനെ ആലോചിച്ച് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിനായിട്ട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിറച്ച ആൾക്കാരുടെ ഹോംവർക്ക് ചെയ്യണം, ശരിയാണ്. പക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലെവലിലുള്ള ഹോംവർക്കും കാര്യങ്ങളും കുറച്ച് അതിൻ്റെ ഡേറ്റയും നോക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. അതിനനുസരിച്ച് നമ്മൾ ഒന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ മതി. ഇത് പറയാൻ കാരണം ഈ പ്രഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ല, അതിനെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ, എസ്പെഷ്യലി നിഫ്റ്റിയാണ് നമ്മൾ റെഗുലർ ആയിട്ട് പറയുന്നത് പോയിന്റ് ഓഫ് കൺട്രോൾ. സോ ആ നിഫ്റ്റി എവിടെ ഓപ്പൺ ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡർ ഓപ്ഷൻ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. കാര്യത്തിൽ എവിടെ ഓപ്പൺ ആയാലും നമ്മുടെ ആ പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോളിലാണ് ഓപ്പൺ ആവുന്നത്. ആ പർട്ടിക്കുലർ ATM സ്ട്രൈക്ക്, അല്ലെങ്കിൽ അതിന് മുകളിൽ ഓപ്പൺ ആയാലും, ആ പ്രീമിയത്തിന് മുകളിൽ ഓപ്പൺ ആയാലും പ്രീമിയത്തിന് താഴെ ഓപ്പൺ ആയാലും നമ്മൾ വെയിറ്റ് ചെയ്യും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ടെൻഷൻ ഇല്ലാതെ വളരെ സാവധാനത്തിൽ സമാധാനത്തോടു കൂടി മാർക്കറ്റിനെ കാണാൻ പറ്റും. വേറൊരു കാര്യം, നമ്മൾ തുടങ്ങിയ ഉടനെ കയറുമില്ല. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഉടനെ കയറത്തില്ല. വിൽ വെയിറ്റ്. നമ്മൾ പതുക്കെ സമാധാനമായിട്ട് വെയിറ്റ്. നമുക്കൊരു റൈഡ് കിട്ടും. അതൊരു 50 പോയിന്റ് ഗ്യാരണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു 100 പോയിന്റ് ട്രേഡിൽ പോകുന്നതാണ്. അങ്ങനെ അതിൽ മാത്രം കയറും, അതിൽ നിന്ന് ഇറങ്ങും. ഒരു 50 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം
വലിയ വലിയ കാര്യമാണ്. അതേപോലെ എല്ലാ ദിവസവും ട്രേഡ് പ്രതീക്ഷിക്കരുത്. അത് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്ന് എടുക്കണം എന്ന് എടുക്കണ്ട എന്നുള്ളത് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്ത് നിങ്ങളെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. നോട്ടൊക്കെ എഴുതിയാൽ വായിക്കില്ല, എഴുതുന്നതോടെ ശരി, നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കും, പക്ഷെ വായിക്കില്ല, പിന്നെ എടുത്ത് അത് നോക്കില്ല, റെഫർ ചെയ്യില്ല. അത് എന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനെല്ലാം രജിസ്റ്റർ ചെയ്യും മൈൻഡിൽ. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ച ദിവസം ഇങ്ങനെ ഇങ്ങനെ നടന്നല്ലോ എന്ന് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കും. മെമ്മറിയിൽ നിന്ന് തന്നെ റീകളക്ട് ചെയ്തെടുക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ സമയം പറഞ്ഞ് കളയണ്ട. എന്നത് ഞാൻ പറഞ്ഞത്, ഈ വൈകിട്ട് ലാസ്റ്റ് ഈ സമയത്തുള്ള ഈ ഹൈപ്പ് ഉണ്ടല്ലോ, അതായത് 2:30-ക്ക് ശേഷം 24,000 കാള് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ഇന്നലെ 150 പറഞ്ഞിരുന്നത്. എന്നിട്ട് 233 വരയ്ക്കും പോയി എന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സുഹൃത്ത് അതിനകത്ത് ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ട്രൈ ചെയ്യൂ എന്നുള്ളത്. നിങ്ങൾ നോക്കേണ്ടത് ഒരു കാര്യം, ഇത് ഫീച്ചർ ആണല്ലോ, നിഫ്റ്റി ഫീച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണല്ലോ. ഈ ഡേ ഓപ്പണിന് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ഡേ ഓപ്പൺ 9:15 എവിടെയാണ് ഓപ്പൺ ആയത്? 24,094. ഇവിടെയാണ് ഫ്യൂച്ചർ നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത്. ഇനി നിങ്ങൾ കണക്ട് ചെയ്ത് വായിച്ചു നോക്കിയാൽ, പോയിന്റ് ഓഫ് കൺട്രോളും ചേർത്ത് വായിച്ചു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് ടൈം ഡീക്ക് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ വളരെ ഭയങ്കരമായിട്ട് പോയിന്റ് ഓഫ് കൺട്രോൾ മെൽറ്റ് ചെയ്തിരിക്കുന്നു. 113 രൂപയാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കണ്ടുമുട്ടാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.